ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമുണ്ടാക്കണം, ശാശ്വത പരിഹാരമുണ്ടാക്കണം എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. ആദ്യം തന്നെ ജുഡീഷ്യൽ കമ്മീഷനെ എതിർത്തതാണ്, പിന്നെ മുഖ്യമന്ത്രിയുടെ ഉറപ്പിന്റെ പുറത്ത് മാത്രമാണ് അതിന് വഴങ്ങിയത് എന്നുകൂടി സമരസമിതി ഭാരവാഹികൾ. ജസ്റ്റിസ് കമാൽ പാഷ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ കമാൽ പാഷ, സർക്കാർ ഈ വിഷയത്തിനകത്ത് പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. അതൊരു ജുഡീഷ്യൽ കമ്മീഷന്റെ അധികാരമല്ല, പക്ഷേ ഇതൊരു വസ്തുത അന്വേഷിക്കുന്ന ഒരു അതോറിറ്റി മാത്രമാണെന്നുള്ളതാണ്. അത് കോടതി തള്ളുമ്പോൾ സർക്കാർ ശ്രമങ്ങൾക്ക് തിരിച്ചടിയാവുകയാണ്. ഇത് നിയമസാധുത തീരെയില്ല ഇങ്ങനെ ഒരു കമ്മീഷന് എന്നുകൂടി താങ്കൾ കരുതുന്നുണ്ടോ? ഇത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ കാരണം ഇത് ഈ ഫാക്ട് ഫൈൻഡിങ്ങിന് വേണ്ടിയാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ വെറുതെ എഴുതി കൊണ്ടുവന്ന് ജുഡീഷ്യൽ കമ്മീഷനായിട്ട് വെച്ചത്. ഫാക്ട് ഫൈൻഡിങ്ങിന് ഇങ്ങനെയുള്ള ഒരു കേസിനകത്ത് ഫാക്ട് ഫൈൻഡിങ്ങിന് ഈ കമ്മീഷനെ നിയമിക്കുന്ന കാര്യത്തിൽ സാധ്യതയുള്ള ഒരു കാര്യമല്ല. അതിന്റെ കാരണം, അതായത് സിവിൽ കോടതി ഈ കേസിനകത്ത് നേരത്തെ തന്നെ ഒരു ഫാക്ട് ഫൈൻഡിങ് ആയിട്ടുള്ള, അതായത് തെളിവ് എടുത്തതിന് ശേഷം ഒരു വിധി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ വിധി ശരിയോ തെറ്റോ എന്നുള്ളത് പിന്നത്തെ കാര്യം. പക്ഷെ അങ്ങനെ വിധി പറഞ്ഞപ്പോ അതിന്റെ മേളിൽ അപ്പീലോ അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ വീണ്ടും SLP സുപ്രീം കോടതിയിലോ ഇതൊക്കെ പോകുന്നതിന് പകരം ഇത് ഈ നേരെ കൊണ്ടുവന്നിട്ട് വീണ്ടും ഫാക്ട് ഫൈൻഡിങ്ങിന് ഒരു ഗവൺമെന്റിന്റെ ഒരു പ്രതിനിധിയായിട്ട് ഒരു കമ്മീഷനെ കൊണ്ടുവന്ന് നിയമിക്കുകയാണ്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ വിശ്വാസമില്ലായ്മയാണ് അവിടെ പ്രകടമാവുന്നത്. കാരണം ഫാക്ട് ഫൈൻഡിങ് ഇവിടെ നടത്തി ആൾറെഡി കഴിഞ്ഞതാണ്. ഇനി അതിന്റെ പുറത്ത് വീണ്ടും ഒരു ഫാക്ട് ഫൈൻഡിങ്ങിന്റെ കാര്യമില്ല. ഇതിന് നിയമസാധുത എന്താണ് അതിന്റെ കാര്യമൊന്നും നോക്കണം. യഥാർത്ഥത്തിൽ ഞാനിത് പറഞ്ഞു, ഇത് ഹൈക്കോടതിയിൽ ഇത് ചലഞ്ച് ചെയ്യാല്ലാതെ വേറെ മാർഗമില്ല. അല്ലാതെ ഇതുകൊണ്ടൊന്നും ഇത് ഇരുട്ടുകൊണ്ട് ഓട്ട അടയ്ക്കാന്നുള്ളതല്ലാതെ ഈ കമ്മീഷനൊക്കെ വെച്ചിട്ട് സർക്കാരിന് ഏതാണ്ടൊക്കെ ചെയ്തെന്ന് കാണിക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇതി ഉണ്ടാവുന്നില്ല. കാരണം ഈ ഉള്ള കോടതി വിധികൾ മായ്ച്ചു കളയാൻ പറ്റുന്നതല്ലല്ലോ. അല്ല, ഒരു കമ്മീഷൻ വെച്ച് കഴിഞ്ഞാൽ കമ്മീഷന് കോടതി വിധി ഇല്ലാതാക്കാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് വെറുതെ ഒരു ആവശ്യമില്ലാത്ത ഒരു എക്സർസൈസ്, ഏതാണ്ടൊക്കെ ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു എക്സർസൈസ് എന്നുള്ളതല്ലാതെ ഇതിനപ്പുറത്തോട്ട് യാതൊരു കാര്യം. അതാണോ ഈ കോടതി തന്നെ ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടലാണെന്നുള്ളൊരു വിമർശനമൊക്കെ നടത്തിയിരുന്നു? ആ ഒരു ആംഗിളായിരിക്കും ഇപ്പോഴും കോടതി ഈ അവസാനവും കണ്ടെത്തിയിട്ടുണ്ടാവുക, അല്ലേ? ഉറപ്പാണ്, അത് തന്നെയാണ്, ഒരു സംശയമില്ല. അല്ലാതെ വേറെ ഒന്നും ഇതുകൊണ്ട് നടക്കുന്ന കാര്യമല്ല. ഇപ്പൊ നമ്മുടെ ബഹുമാന്യനായ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ, അദ്ദേഹം ഹൈക്കോടതി ഇപ്പൊ കമ്മീഷനാണ്. ഈ കമ്മീഷനായിട്ട് വെച്ചോണ്ട് അദ്ദേഹം റിട്ടയർ ചെയ്ത് ജഡ്ജി കമ്മീഷനായിട്ട് വെച്ചോണ്ട് അദ്ദേഹത്തിന് ഈ കോടതിയുടെ വിധികളൊക്കെ ഓവർലുക്ക് ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കോടതി വിധി നള്ളിഫൈ ചെയ്യാനോ ഇല്ലാതാക്കാനോ അദ്ദേഹം വിചാരിച്ച നടക്കുന്ന കാര്യവും അല്ല. അതുകൊണ്ട് ഇത് ഒരു പ്രയോജനമില്ലാത്ത കാര്യമാണ് ചെയ്തതെന്നുള്ളത് ഉറപ്പാണ്. ഈ സർക്കാർ സ്വാഭാവികമായിട്ടും ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ അപ്പോഴും നിയമപരമായിട്ട് അതിന് വലിയ പ്രതീക്ഷ താങ്കൾ കാണുന്നില്ല? ഒരു പ്രതീക്ഷയും കാണുന്നില്ല, വെറുതെയാണ്. ഓക്കെ, വളരെ നന്ദി. ജസ്റ്റിസ് കമാൽ പാഷയാണ് പ്രതികരിച്ചത്. നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശും നമുക്ക് ചേരുന്നു. പ്രകാശ്, എന്തെല്ലാം കാര്യങ്ങൾ കൂടെ പലതവണ ഇതിൽ വിമർശനം ഉന്നയിച്ച കോടതിയാണ്. ഇത് സർക്കാർ വെറും ഒരു പ്രഹസനമാണ് കാണിക്കുന്നതെന്ന അർത്ഥത്തിലുള്ള വിമർശനങ്ങൾ മുൻപ് വന്നതാണ്. ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണോ പരിപൂർണമായിട്ട് ഈ കമ്മീഷനെ തന്നെ കോടതി റദ്ദാക്കിയിരിക്കുന്നത്? അപർണ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വഖഫ് ഭൂമിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം വഖഫ് ബോർഡിനും ട്രിബ്യൂണലുമാണെന്ന് അസന്നിഗ്ധമായി സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നു. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റേതാണ് ഈ നിർണായക വിധി. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഹർജിയിൽ വിശദമായ വാദം നേരത്തെ കേട്ടതാണ്. ആ ഘട്ടത്തിലെല്ലാം ഈ കമ്മീഷന് ജുഡീഷ്യൽ അധികാരമില്ല എന്ന് സർക്കാർ വ്യക്തമാക്കി. ഫാക്ട് ഫൈൻഡിംഗ് മാത്രമാണ്, വസ്തുതാപരമായ കാര്യങ്ങളും അന്വേഷണം മാത്രമാണ് നടത്തുന്നത് എന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായും സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോകാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമസാധ്യത ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് ഇന്ന് ഈ വിധി വന്നിട്ടുള്ളത്. വഖഫ് സ്വത്തുക്കൾ ഉൾപ്പെടുന്ന ഭൂമിയിൽ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ അധ്യക്ഷനായ ജുഡീഷ്യൽ കമ്മീഷൻ നടത്തുന്ന അന്വേഷണം തടയണമെന്നായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം. അത് അപ്പാടെ തന്നെ പൂർണ്ണമായും കോടതി അംഗീകരിച്ചിരിക്കുന്നു. കേരള വഖഫ് സംരക്ഷണ വേദി നൽകിയ ഹർജിയിലാണ് ഈ വിധി ഉണ്ടായിട്ടുള്ളത്. വിധിക്കെതിരെ സ്വാഭാവികമായും സർക്കാർ അപ്പീൽ പോകാനുള്ള സാധ്യതയുണ്ട്. CN പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഭൂമി പ്രശ്നം പരിഹരിക്കാനുള്ള സർക്കാർ ശ്രമത്തിന് വലിയ തിരിച്ചടിയാണ്
വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് ഒരു പ്രതികരണം സമരസമിതിയുടെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടായിരിക്കുന്നു. ടി സജിത്തും ഒപ്പം ആജ്ഞ രവീന്ദ്രൻ നമുക്കൊപ്പം. ആജ്ഞ, സമരസമിതി പറയുന്നത് ഇതിനൊരു ശാശ്വത പരിഹാരം സർക്കാർ ഉണ്ടാകണം, അതൊരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചുകൊണ്ടല്ല എന്ന് കൂടിയാണ് പറയുന്നത്. ഇതേതെല്ലാം തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നു മുൻപത്ത് നിന്ന്? ഗവൺമെന്റിനാണ് അധികാരമുള്ളതെന്നാണ് ഇപ്പോൾ കോടതി പരാമർശിച്ചിട്ടുള്ളത്. ഞങ്ങൾ